എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന മാത്സ് ആൻഡ് മെൻ്റബിലിറ്റി വിഭാഗത്തിൽപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ കലണ്ടറിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കലണ്ടറിൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ ഗ്രൂപ്പുകൾ ഓർത്തിരിക്കുക. MN മാർച്ച് നവംബർ ഒരേ കലണ്ടർ ഉപയോഗിക്കാം. മാർച്ച് 5 ശനിയാണെങ്കിൽ നവംബർ 5 ശനിയായിരിക്കും. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. മാർച്ച് 15 വ്യാഴമാണെങ്കിൽ നവംബർ 15 വ്യാഴമായിരിക്കും. അതിന് ഈ പെയർ ഓർത്തിരിക്കണം. MN എന്ന് ഓർത്താൽ മതി. MN മാർച്ച് നവംബർ. ഇനി സെപ്റ്റംബർ ഡിസംബർ. സെപ്റ്റംബർ 1 വ്യാഴമാണെങ്കിൽ ഡിസംബർ 1 വ്യാഴമായിരിക്കും. സെപ്റ്റംബർ 15 ശനിയാണെങ്കിൽ ഡിസംബർ 15 ശനിയായിരിക്കും. അപ്പൊ ഈ ജോഡി, ഈ പെയർ ഓർത്തിരിക്കുക. ഈ മാസങ്ങളുടെ സെപ്റ്റംബർ ഡിസംബർ, എംബർ അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ഏപ്രിൽ ജൂലൈ, ആപ്പിൾ ജാം. ഏപ്രിലിന്റെ ആദ്യത്തെ അക്ഷരം ജൂലൈയുടെ ആദ്യത്തെ അക്ഷരം. അങ്ങനെ ആപ്പിൾ ജ്യൂസ് എന്നോ ആപ്പിൾ ജാമെന്നോ എങ്ങനെയല്ലോ പെട്ടെന്ന് ഓർത്തിരിക്കാൻ. ഏപ്രിൽ 12 ശനിയാണെങ്കിൽ ജൂലൈ 12 ശനി തന്നെ ആയിരിക്കും. ഏപ്രിൽ 2 വ്യാഴമാണെങ്കിൽ ജൂലൈ 2 വ്യാഴമായിരിക്കും. അതുപോലെ സാധാരണ വർഷമാണെങ്കിൽ, ഓർഡിനറി അതിവർഷമല്ല, സാധാരണ വർഷമാണെങ്കിൽ ഫെബ്രുവരി ജനുവരി അതുപോലെയാണ്. ഈ ജോഡിയും അതുപോലെയാണ്. ഒരേ കലണ്ടർ ഉപയോഗിക്കുക. സാധാരണ വർഷം ഓർഡിനറി ഇയർ ആണെങ്കിൽ 1985, 2013 ഇതൊക്കെ ഓർഡിനറി ഇയർ. അതായത് അതിവർഷമാണെങ്കിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ് അതിവർഷം. അതിൽ 366 ദിവസം കാണും. ഫെബ്രുവരി 29 ദിവസമുള്ള എടുക്കരുത്. അല്ല 28 ദിവസമുള്ളതാണെങ്കിൽ ഫെബ്രുവരിയും ജനുവരിയും ഒരേ ഇതായിരിക്കും വരുന്നത് സാധാരണ വർഷത്തിൽ. അത് ഓർത്തിരിക്കുക. 10th പ്രിലിംസിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പൊ 5 എണ്ണൽ സംഖ്യകൾ, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ ഇതാന്നിരിക്കട്ടെ. X+1, X+2, X+3, X+4. അതായത് ഓരോന്ന് വീതം കൂടിയായിരിക്കുമല്ലോ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ തുക X + X+1 + X+2 + X+3 + X+4 എന്ന് പറയുന്നത് 300 തന്നിട്ടുണ്ട്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ X, X+1, X+2, X+3, X+4 ഇതിന്റെ തുക 300 തന്നിട്ടുണ്ട്. അപ്പൊ X എത്ര ആണ്? 1, 2, 3, 4, 5. 5 ടൈംസ് X. X എത്ര തവണ കൂട്ടുന്നു? X+, 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 X 5 തവണ X, 5X. ഇപ്പൊ X+X എന്നാണെങ്കിൽ 2X. X എത്ര തവണ കൂട്ടുന്നു അത്രയും. എല്ലാം ലൈക്ക് ടേംസ് ആയതുകൊണ്ട് X 5X + 10 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടും. സമം 300. അതായത് 5X സമം 300 - 10, അതായത് 290. 5Xന്റെ വില 290. അപ്പൊ Xന്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? X സമം 290/5. 290നെ 5 കൊണ്ട് ഹരിക്കുക. 58 കിട്ടും. 58 ഇവിടെ X ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ്. അപ്പൊ ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ലാസ്റ്റിലുള്ളത്. ഏറ്റവും വലിയ സംഖ്യ ഏതാ ചോദിച്ചേക്കുന്നത്? ഏറ്റവും വലിയ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? ഏറ്റവും വലിയ സംഖ്യ എന്താ? X+4. X എത്രാണ്? 58 + 4 = 62. ഓപ്ഷൻ ബി ആണ്. X, X+1, X+2, X+3, X+4 ഇവയാണെന്നിരിക്കട്ടെ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ. അവയുടെ തുക 300 തന്നിട്ടുണ്ട്. ഇത് X 5 തവണ കൂട്ടുന്നു. അപ്പൊ ലൈക്ക് ടേംസ് ആയതുകൊണ്ട് X+, അങ്ങനെ 5 തവണ വരുമ്പോ 5X. 3 തവണയാവുന്നെങ്കിൽ 3X. 10 തവണയാവുന്നെങ്കിൽ 10X. അതായത് 5X + ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 സമം 300. 5X + 10 എന്ന് പറയുന്നത് 300. അപ്പൊ 5X എന്ത് കിട്ടും? 300 - 10, അതായത് 290 വരും. Xന്റെ വില 290നെ 5 കൊണ്ട് ഹരിക്കുന്നു, 58 കിട്ടും. ഇപ്പൊ X 58 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ X+4. 58 + 4 62. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2^10 എത്ര കൂട്ടിയാൽ 2^11 കിട്ടുമെന്നാ ചോദിച്ചേക്കുന്നത്. 2^10 + 2^10 2 ടൈംസ്. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക്
അത് 2 ടൈംസ് 2^10. അതായത് 2 ടൈംസ് 2 ഇൻറ്റു എന്ന് പറയാൻ 2^1 ആണ്. 2 എന്ന് പറയാൻ 2^1 ഇൻറ്റു 2^10. a⁻m ഇൻറ്റു a⁻n കൃത്യങ്ക നിയമം എക്സ്പോണൻഷ്യൽ തിയറി അനുസരിച്ച് a⁻m+n പവേഴ്സ് കൂട്ടി എഴുതുക. 1 + 10 = 2^11. നമ്മുടെ ഉത്തരം 2^10 കൂടെ കൂട്ടണം. 2^10ന്റെ കൂടെ എന്നാലേ 2^11 കിട്ടുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ a:b 2:5 b:c 4:3 ആണെങ്കിൽ a:b:c എത്രയാണ്? നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. a:b എത്രയാണ്? a:b:c എന്ന് എഴുതുക. a:b തന്നിട്ടുണ്ട് 2:5. ഇനി b:c ഈ വരി വിട്ടിട്ട് അതിന്റെ തൊട്ട് താഴെ ബിയുടെ സിയുടെ നേരെ b:c 4:3 ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു ബ്ലാങ്ക്. ഇവിടെയുള്ള ബ്ലാങ്കിന് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ എഴുതുക. ഇവിടെയുള്ള ബ്ലാങ്കിന് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ എഴുതുക. ഇനി ഇത് രണ്ടും കൂടെ ഗുണിച്ചുകൂടെ എഴുതുക. 5, 3, 15. 5, 4 കൂടെ ഗുണിച്ചുകൂടെ എഴുതുക. 2, 4 കൂടെ ഗുണിച്ചുകൂടെ എഴുതുക. a:b:c ആണെന്ന് ചോദിച്ചേക്കാം. 8:20:15 ഓപ്ഷൻ ബി ആണ് ഉത്തരം. പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാവുന്നതാണ്. a:b:c a:b എത്ര തന്നിട്ടുണ്ട്? 2:5. ഇനി b:c ഈ വരി വിട്ട് താഴോട്ട് എഴുതുക. 4:3 ബിയുടെ സിയുടെ നേരെ. ഇവിടെ ഒരു ബ്ലാങ്ക് വന്നു, ഇവിടെ ഒരു ബ്ലാങ്ക് വന്നു. ഇവിടുത്തെ ബ്ലാങ്ക് എങ്ങനെ എഴുതാം? ഈ 5 ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ, ഈ ബ്ലാങ്ക് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ 4. ഇനി ഇത് രണ്ടും കൂടെ ഗുണിച്ചുകൂടെ എഴുതുക. 15. ഇത് രണ്ടും കൂടെ ഗുണിച്ചുകൂടെ എഴുതുക. 5, 4 കൂടെ 20. ഇത് രണ്ടും കൂടെ ഗുണിച്ചുകൂടെ 8:20:15. a:c ആ ചോദിച്ചെങ്കിൽ എയുടെ സിയുടെ നേരെയുള്ളത് 8:15 അങ്ങനെയും ചോദിച്ചു കാണാം. 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എത്ര അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. 20നും 30നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതി നോക്കാം. 21, 22 ഒക്കെ ഭാജ്യസംഖ്യകളാണ്. 23 ഉണ്ട്, 29 ഉണ്ട്. ഈ രണ്ട് സംഖ്യകളാണുള്ള രണ്ടെണ്ണം. അതായത് 23നും 29നും ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങളുണ്ടാവൂ. രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ളതിനെ ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. എത്ര എണ്ണം ഉണ്ട്? 20നും 30നും ഇടയ്ക്ക് രണ്ടെണ്ണം അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ അത്. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്നു. 1, 2, 3 എന്നാണല്ലോ നമ്മൾ എണ്ണുക. അപ്പൊ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 1. ഓപ്ഷൻ സി ആണ് ഉത്തരം. a:b c a:b എത്ര തന്നിട്ടുണ്ട്? 7:9. a:b 7:9. a:bയുടെ അടിയിൽ എഴുതുക 7:9. ഒരു വരി വിട്ടിട്ട് തൊട്ട് താഴത്തെ വരിയിൽ b:c എഴുതുക. ബിയുടെ സിയുടെ നേരെ. ഇവിടെ രണ്ട് ബ്ലാങ്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. ഈ ബ്ലാങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ എഴുതുക. ഈ ബ്ലാങ്കിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ എഴുതുക. 5. ഇത് രണ്ടും ഗുണിച്ചെഴുതുക. 63, 45, 35. ഇപ്പൊ a:c ആ ചോദിച്ചേക്കുന്നതിന് എന്ത് ചെയ്യണം? എയുടെ നേരെയുള്ളത് 35, സിയുടെ നേരെയുള്ളത് 63. ഇതിന്റെ സിംപ്ലസ്റ്റ് മോഡലിലാണ് കിടക്കുന്നത്. അപ്പൊ 7 വെച്ച് കട്ട് ചെയ്യുക. അതായത് 7, 5, 35, 7, 9, 63. 5:9 ഓപ്ഷൻ എ ആണ് ഉത്തരം. a:b c a:b എത്ര തന്നിട്ടുണ്ട്? 7:9. a:b 7:9. a:bയുടെ അടിയിൽ എഴുതുക 7:9. ഒരു വരി വിട്ടിട്ട് തൊട്ട് താഴത്തെ വരിയിൽ b:c എഴുതുക. ബിയുടെ സിയുടെ നേരെ. അപ്പൊ ഇവിടെ രണ്ട് ബ്ലാങ്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. അപ്പൊ ഈ ബ്ലാങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ എഴുതുക. ഈ ബ്ലാങ്കിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ എഴുതുക. 5. ഇത് രണ്ടും ഗുണിച്ചെഴുതുക. 63, 45, 35. ഇപ്പൊ a:c ആ ചോദിച്ചേക്കുന്നതിന് എന്ത് ചെയ്യണം? എയുടെ നേരെയുള്ളത് 35, സിയുടെ നേരെയുള്ളത് 63. ഇതിന്റെ സിംപ്ലസ്റ്റ് മോഡലിലാണ് കിടക്കുന്നത്. അപ്പൊ 7 വെച്ച് കട്ട് ചെയ്യുക. അതായത് 7, 5, 35, 7, 9, 63. 5:9 ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 - 1/5, 1 - 1/6, 1 - 1/7 എക്സെട്ര 1 - 1/100, 1 - 1/5 × 1 - 1/6 × 1 - 1/7 എക്സെട്ര 1 - 1/100. ഈ ഒന്നിന് വരെ നമുക്ക് 5/5 എന്ന് എഴുതാം. ഒരേ ഡിനോമിനേറ്റർ ആകുമ്പോൾ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിനെ 6/6 എന്ന് എഴുതാം. ഇവിടെ 7/7 - 1/7 എക്സെട്ര 100/100 -1/100. ഇങ്ങനെ വരുമ്പോൾ ഇത് സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് വെറുതെ ഞാൻ കുറച്ച് എഴുതിയാൽ മതി. 5 ൽ നിന്ന് പോകാം 4/5 × 6 ൽ നിന്ന് പോകാം 5/6 × 6/7. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ 100 ൽ നിന്ന് 99/100. അപ്പൊ ഇത് കട്ടായി, ഇത് കട്ടായി. ഇനി അടുത്ത 7/8 അങ്ങനെ കട്ടായി പോയിട്ട്
ഇതിനും തൊട്ട് മുമ്പ് 99, 98/99 ഇതെല്ലാം കട്ടായി പോയിട്ട് എന്തൊരു എക്സെട്രാ മുകളിലുള്ള 4, അടിയിലുള്ള 100. അതായത് ഏറ്റവും ആദ്യത്തെ സംഖ്യ മുകളിലുള്ളത് ലാസ്റ്റിൽ ഏറ്റവും അടി 4/100 വരും. 4/100 കട്ട് ചെയ്യുമ്പോൾ 1/25, 25 4 100. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്